നമസ്കാരം. ഒടുവിൽ സർപ്രൈസുമായി ബിജെപിയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തന്നെ വ്യക്തമാകുന്നു. വയനാട്ടിൽ കെ സുരേന്ദ്രൻ ബിജെപി സ്ഥാനാർത്ഥിയാകും. കൊല്ലത്ത് ജി കൃഷ്ണകുമാറും, എറണാകുളത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും, ആലത്തൂരിൽ ഡോക്ടർ ടി എൻ സരസുവും ബിജെപി സ്ഥാനാർത്ഥികളാകും. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ വയനാട്ടിൽ മത്സര രംഗത്തിറക്കുന്നതിലൂടെ പാർട്ടി നൽകാൻ ഉദ്ദേശിക്കുന്ന ചിത്രം എന്താണ്? കടുത്ത മത്സരത്തിന് ദേശീയ തലത്തിൽ തന്നെ തയ്യാറാണെന്ന് അണികളിലേക്ക് സന്ദേശം നൽകുക വ്യക്തമാക്കുകയാണോ കേരളത്തിൽ ബിജെപി? എന്താണ് ഈ സർപ്രൈസുകളുടെ രാഷ്ട്രീയം? പ്രവാസ ലോകം എങ്ങനെ ചിന്തിക്കുന്നു? ഗൾഫ് 18 പരിശോധിക്കുന്നു. സ്വാഗതം. കോൺഗ്രസ് അനുഭാവി അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇടത് അനുഭാവി അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, ബിജെപിയുടെ NRI സെൽ ഭാരവാഹി രമേശ് മാണിക്കോത്ത് എന്നിവർ ചേരുന്നു. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ രമേശ് മാണിക്കോത്ത്, മത്സര രംഗത്തേക്ക് തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരുന്ന ആളാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വയനാട്ടിൽ അതും രാഹുൽ ഗാന്ധിക്കെതിരെ തന്നെ മത്സര രംഗത്തിറങ്ങാൻ തീരുമാനിക്കുന്നതിലൂടെ, അങ്ങനെ ഒരു തീരുമാനം എടുത്തതിലൂടെ ബിജെപി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? നമസ്തേ. ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അത്രയും സീരിയസ് ആയിട്ടാണ്. കാരണം ഒരു ഭാഗത്ത് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടുന്നത് വർഗീയവും മറ്റ് കഥകളും പറഞ്ഞുകൊണ്ടാണ്, വികസനം പറഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾ നേരിടുന്നത്. അപ്പോൾ അത്രയും സീരിയസ് ആയ ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതും. രാഹുൽ ഗാന്ധി ആണല്ലോ ഇവിടെ ഇന്ത്യ മുന്നണിയുടെ തലവൻ. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഉറച്ച ഒരു കാൻഡിഡേറ്റ്, ശക്തനായ ഒരു കാൻഡിഡേറ്റ്, അതുവഴി ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള തയ്യാറെടുപ്പാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം, മഞ്ചേശ്വരത്ത് മത്സരിച്ചപ്പോഴും അതേപോലെ തന്നെ കോന്നിയിൽ മത്സരിച്ചപ്പോഴും പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോഴും പടിപടിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് ശതമാനം അത് 16% 26%, അങ്ങനെ 10-12% വർധനവിലേക്ക് അദ്ദേഹം വന്നു. മഞ്ചേശ്വരത്ത് വെറും 86 വോട്ടിനാണ് രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹം പരാജയപ്പെടുന്നത്. അത് ക്രോസ് വോട്ട് ചെയ്തിട്ടാണ് അന്നത്തെ പരാജയം ഉണ്ടായത്. പത്തനംതിട്ടയിൽ ഉണ്ടായത് 26% വോട്ടിന്റെ 29% വോട്ട് വിഹിതം നേടാൻ ശ്രീ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കുറി വയനാട്ടിൽ ശക്തമായ മത്സരമായിരിക്കും. അങ്ങനെ എളുപ്പത്തിൽ ജയിച്ച് കയറി പോവാം എന്നൊന്നും വിചാരിക്കേണ്ട. അമേത്തിയിൽ നിന്ന് ഓടിപ്പോന്നതുപോലെ ഇനിയും ഓടിക്കൊണ്ടേയിരിക്കേണ്ടി വരും. ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസിനെതിരെ അതാണ് ശ്രീ രമേശ് മാണിക്കോത്ത്. അങ്ങനെ ഒരു സന്ദേശം, അങ്ങനെ ഒരു പ്രചാരണം കൂടി നടത്താൻ ബിജെപി ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ പോലെ തന്നെ 4,30,000 മുകളിലുള്ള ഒരു ഭൂരിപക്ഷം ജയിച്ചു കയറി എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇതുപോലെ ഒളിച്ചോടി പോന്നു കേരളത്തിലേക്ക് എന്ന ഒരു പ്രചാരണം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് കൂടിയാണോ ബിജെപി സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കുന്നത്? അത് തന്നെയാണോ പ്രചാരണത്തിന് പിറകിൽ ഉണ്ടാവുകയും ചെയ്യുക? വയനാട്ടിൽ ഷാനവാസ് കഴിഞ്ഞ തവണ ഷാനവാസ് ആയിരുന്നു അവിടെ MP. 41% വോട്ടാണ് അതേ ഉള്ളൂ കോൺഗ്രസിന് അവിടെ. ആ 41% ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോ ഇവിടെ ഒരു പ്രചണ്ഡമായ പ്രചരണം മോദി ഭരണം അവസാനിച്ചു, ഇനി രാഹുൽ ഗാന്ധിയാണ് വരാൻ പോകുന്നത്, രാഹുലാണ് പ്രധാനമന്ത്രി, അതുകൊണ്ട് വോട്ട് ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് ശതമാനം കൂടി 64% വന്നത്. ഇക്കുറി നമുക്ക് നോക്കാം എത്ര ശതമാനം കിട്ടുന്നുള്ളത്. ഇദ്ദേഹത്തിനും ശക്തനായ ഒരു സാരഥി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു കാരണവശാലും. ഞാൻ തിരികെ എത്താം. കോൺഗ്രസ് അനുഭാവി അജി കുര്യാക്കോസ്, വയനാട്ടിൽ കോൺഗ്രസിന് തോൽവി ഭയപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അതല്ല സാഹചര്യം. പക്ഷെ ബിജെപിക്ക് ഉത്തർപ്രദേശിലടക്കം പ്രചാരണം നടത്താൻ ഇത് മാത്രം മതിയാകും. നോക്കൂ, രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് എന്നത് മാത്രം മതിയാകും അവർക്ക് പ്രചാരണത്തിന്. ഏത് തരത്തിലുള്ള പ്രചാരണമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് രമേശ് മാണിക്കോത്ത് പറയുന്നത് ബിജെപി ഏത് തരത്തിലുള്ള പ്രചാരണവുമായിട്ട് രംഗത്തിറങ്ങും എന്നതിന്റെ സൂചന മാത്രമാണ്. അജിയ, ഓഡിയോ മ്യൂട്ടാണ്. ശ്രീ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷനാണ്. ഇതൊരു പുതുമയൊന്നുമില്ല. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു വ്യക്തിയെ ജയിലിൽ അടച്ചതിന് ശേഷം, അത് ഇല്ലാ കേസിന് വേണ്ടി ജയിലിൽ അടച്ചതിന് ശേഷം ഇവിടെ 2 കേസുകൾ, പ്രധാനപ്പെട്ട 2 കേസുകൾ, ഒന്ന് കുഴൽപ്പണ കേസും ഒന്ന് കോഴ കേസും, മഞ്ചേശ്വരത്തെ കോഴ കേസും കൊടകരയിലെ കുഴൽപ്പണ കേസും, അതിലെ പ്രതിയായ ഒരു വ്യക്തിയെയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കെതിരെ, ഇന്ത്യ മുന്നണിക്കെതിരെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇതിൽ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ശ്രീ സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു
ഇന്ന് വരെ അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹം നാളെ 2 പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പം ശ്രീ രമേശ് ജി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് 2-3 ദിവസം മുമ്പേ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അദ്ദേഹത്തോട് ഈ കാര്യമൊക്കെ അവതരിപ്പിച്ച് അദ്ദേഹം ഓക്കെ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ മത്സരിച്ചോളാം, ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം പോലും അറിയുന്നില്ല. അദ്ദേഹത്തിന് നാളെയും വയനാട്ടിലെത്താൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നാളെ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ട്. അത് നേരത്തെ ഏറ്റ പരിപാടിയാണ്. അത് ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് അത് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതൊരു സർപ്രൈസ് ഒന്നുമല്ല. ആർക്കാണ് സർപ്രൈസ്? ശ്രീ സുരേന്ദ്രനാണ് സർപ്രൈസ്. അല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ ഇതൊരു സർപ്രൈസും ഇല്ല. ശ്രീ കെ സുരേന്ദ്രൻ ഒരു സർപ്രൈസ് ആണ്. ഈ ചർച്ച ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം ഈ രാഹുൽ ഗാന്ധിക്കെതിരെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് അല്ല, അജികുര്യദാസ്, നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ വിഷയമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. അത് ഏത് തരത്തിലുള്ള മത്സരമാണെങ്കിൽ പോലും. പക്ഷേ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രചാരണം ഉയർത്താൻ, ഉത്തർപ്രദേശിൽ പ്രചാരണം ശക്തമാക്കാനൊക്കെ ഇത് ധാരാളം മതിയാകും ബി.ജെ.പിക്ക്. അത് നിങ്ങൾ ഒരു ദീർഘദർശനത്തിലൂടെ അത് കാണാൻ ശ്രമിക്കുന്നില്ലേ കോൺഗ്രസ്? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയായിരുന്നു? മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അവരവിടെ പ്രചരണം നടത്തിയത്. ഇതിനകത്ത് ഒരു കാര്യം വളരെ കൃത്യമാണ്. ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കെതിരെ എവിടെ മത്സരിച്ചാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചരണം അവർ നടത്തിക്കൊണ്ടുവരും. ഇന്നിപ്പോ ശ്രീ കെ സുരേന്ദ്രൻ മത്സരിക്കാമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇത്രയും വലിയൊരു സ്ഥാനാർത്ഥി, നിങ്ങൾ ഈ പറയുന്നത് പോലെ കൊട്ടിഘോഷിക്കുന്നത് പോലെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച് 2 തോറ്റുപോയ ഒരു സ്ഥാനാർത്ഥി, എന്തായാലും ആകട്ടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി. ആ ശക്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ നേരത്തെ തന്നെ പ്രചരണത്തിൽ ഏർപ്പെട്ട്, രാഹുൽ ഗാന്ധി ഇതുവരെ വന്നിട്ടില്ലല്ലോ അവിടെ, നേരത്തെ തന്നെ പ്രചരണത്തിൽ ഏർപ്പെട്ട് അവിടെ ആ മണ്ഡലം ഇത്രയും ശക്തമായ ഒരു മണ്ഡലമാണ്, ബി.ജെ.പിക്ക് വേറോട്ടുള്ള മണ്ഡലമാണെങ്കിൽ അവർക്കത് പിടിച്ചെടുത്തുകൂടെ? അപ്പൊ എന്തിനു ഇതുവരെ കാത്തിരുന്നു? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ബി.ജെ.പിയുടെ ഭാരതീയ ജനതാ പാർട്ടി, ഇത് കേരള ജനതാ പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എടുക്കുന്ന തീരുമാനം ഇവിടെ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം അല്ല, അതിലൊരു പ്രശ്നമുണ്ട് അജയ്. ആ ഒരു പോയിന്റിൽ ഒരു വലിയ വിഷയമുണ്ട്. അതായത് ദേശീയ നേതൃത്വമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, സംസ്ഥാന നേതൃത്വം അത് അറിയുന്ന പോലും. അതായത് കൃത്യമായിട്ട് കേരളത്തെ ഉറ്റുനോക്കി ഒരു അജണ്ട നടപ്പാക്കുകയാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം. അത് വളരെ ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ചില നീക്കങ്ങൾ അതിനകത്ത് നടത്തുന്നു എന്നുണ്ട്. അതല്ലേ കൂടുതൽ ഭയപ്പെടേണ്ടത്? ഇതിനുത്തരം പറഞ്ഞുതരാം. ഇത് മാത്രം പറഞ്ഞോട്ടെ. അതായത് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. അവിടെ ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ ഈ 48 മണിക്കൂർ വരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും നല്ലൊരു സ്ഥാനാർത്ഥി കേരളത്തിൽ തന്നെ ഉള്ളപ്പോൾ, ഇത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി കേരളത്തിൽ ഉണ്ടെന്ന് നിങ്ങളെല്ലാം അവകാശപ്പെടുമ്പോൾ, നിങ്ങളെല്ലാം ബി.ജെ.പിയുടെ പ്രതിനിധി അവകാശപ്പെടുമ്പോൾ, എന്തുകൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ ഇറക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയെ മുട്ടുകുത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇവിടെ ഒറ്റ ഉദ്ദേശമേ, ഇവിടെ വളരെ കൃത്യമാണ്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു. ആ സ്ഥാനാർത്ഥി കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇത്ര മാത്രമേ അവരെ ഉദ്ദേശമുള്ളൂ. അതല്ലാതെ ഇതിനകത്ത് ജയിക്കണമെന്നോ അല്ലെങ്കിൽ കെ സുരേന്ദ്രന് കൂടുതൽ വോട്ട് പിടിക്കണമെന്നോ അതൊരു സർപ്രൈസ് ആണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇതിനകത്ത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വളരെ ഈസി വാക്ക് ഓവറാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വയനാട്ടിൽ വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. ഓക്കെ, അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത്, വയനാട്ടിലെ ജയം തോൽവിയൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ ഇത് തീരുമാനമെടുക്കുന്നത് ബി.ജെ.പി ദേശീയ നേതൃത്വമാണ്. സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് ആ ഒരു സന്ദേശം നൽകാനാണ് എന്ന് ബി.ജെ.പി നേതാക്കൾ തന്നെ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്ന നിമിഷങ്ങളൊക്കെയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ബി.ജെ.പി ഉറ്റുനോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ട് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു വിഷയമുണ്ടല്ലോ. അത് കേരള രാഷ്ട്രീയം ത്തിലുള്ളവർ, അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും, അത് കാര്യമായി കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ലേ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ യോജിക്കുകയാണ്. കാരണം ഈ കേരളമാണ് ബി.ജെ.പിയുടെ സംഘപരിവാറിന്റെ അടുത്ത ലക്ഷ്യം എന്നുള്ളത് ശ്രീമാൻ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ശ്രീമാൻ അമിത്ഷായും നേരത്തെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. അമിത്ഷാ ഒരിക്കൽ പാർലമെന്റിൽ പറയുകയുണ്ടായി, ഞങ്ങളുടെ ആദ്യത്തെ പരിഗണന എന്ന് പറയുന്നത് ഉത്തർപ്രദേശോ ഗുജറാത്തോ മധ്യപ്രദേശോ ഒന്നുമല്ല, കേരളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീമാൻ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്,
ഇടതുപക്ഷക്കാരാണ് ആശയപരമായിട്ട് ഞങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. അവര് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും അവർ കേരളത്തിൽ ഒരു മൂലയിൽ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവർ ഉയർത്തുന്ന ആശയപരമായ വെല്ലുവിളി ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. അത് അദ്ദേഹം പറഞ്ഞത് അപകടകരമായ ആശയം എന്നാണ്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയും സംഘപരിവാറും നീങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതൊന്നും ഇപ്പൊ ഈ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൊണ്ട് അതിലെന്തെങ്കിലും അവർക്ക് മുന്നേറാൻ കഴിയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള 20ഓളം സ്ഥാനാർത്ഥികളെ നോക്കിയാൽ തന്നെ അതില് ചില മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുൻ കോൺഗ്രസ്സുകാരുണ്ട്. അങ്ങനെ ഒരു ഒട്ടും സീരിയസ് ആയിട്ട് അവർക്ക് കുറെയെങ്കിലും സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോലും സീരിയസ് ആയിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുന്നു എന്നുള്ളൊരു സന്ദേശം പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ശ്രീ കെ സുരേന്ദ്രൻ, നമുക്കറിയാം കേരളത്തിലെ BJPക്കകത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുടിപ്പകയാണുള്ളത്. വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കുടിപ്പകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഏത് വിഭാഗത്തിനാണോ, നമുക്കറിയാം BJPയുടെ ഒരു രീതി എന്ന് പറയുന്നത് അത് സംഘപരിവാറും RSSുമാണ് അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോ അവരുടെ കേന്ദ്ര നേതൃത്വത്തിൽ ഏത് വിഭാഗത്തിനാണോ സ്വാധീനം കൂടുതൽ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള വിഭാഗത്തിനാണ് കേന്ദ്ര നേതൃത്വത്തിൽ പിടിപാട് എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കെ സുരേന്ദ്രൻ ഇട്ട് അവസാന നിമിഷം ഒരു പണി കൊടുത്തതാണ് എന്നുള്ള നിലക്ക് വരെ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. കാരണം ഈ വയനാട്ടിൽ ഇപ്പൊ കെ സുരേന്ദ്രൻ വയനാട്ടിലോ മലപ്പുറത്തോ പൊന്നാനിയിലോ എവിടെ മത്സരിച്ചാലും ഒരുപോലെയാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു സർപ്രൈസോ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ ഞാൻ കാണുന്നില്ല. നമുക്കറിയാം പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ സ്വാധീനം എത്രയാണ്, അവരുടെ സംഘടനാ സ്വാധീനം, ബഹുജന സ്വാധീനമല്ല പറയുന്നത്, സംഘടനാപരമായിട്ട് തന്നെ അവരുടെ ദുർബലമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് ഈ വയനാട്ടിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളും എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾ ചില മാധ്യമങ്ങളും ഒക്കെ കൂടി അതിനെ വലിയ, ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും BJPയുടെ പ്രചരണം നേരിട്ട് ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങളൊക്കെ ഈ അടുത്തിപ്പോ സുരേഷ് ഗോപിയുടെ കാര്യത്തിലൊക്കെ നമ്മളത് വ്യക്തമായിട്ട് കാണുന്നതാണ്. അതുപോലെയുള്ള ഒരു പ്രചരണ തള്ളിച്ച സൃഷ്ടിക്കാം എന്നുള്ളതിലപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ ഇത് ചെലുത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും പക്ഷേ സലിം ചോലമുഖത്ത് ചില മണ്ഡലങ്ങൾ ഒഴിച്ചിടുകയായിരുന്നു BJP. ആ സമയത്ത് ഒരുപക്ഷെ വലിയ പ്രാധാന്യമില്ലാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അപ്രതീക്ഷിത ചില സ്ഥാനാർത്ഥികൾ, മറ്റു മേഖലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വന്നേക്കാം എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നു, അങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നു. ഘടകകക്ഷികൾക്ക് പോലും കൊടുക്കാത്ത രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിൽ BJP തന്നെ മത്സരിക്കുകയാണെന്ന് പറയുമ്പോൾ ജയമോ തോൽവിയോ അവിടെ നിൽക്കട്ടെ, ഒരു സന്ദേശം അണികളിലേക്ക് എത്തിക്കാൻ BJP ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. അതിപ്പോൾ വയനാട് ജയം ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ളത് അവിടെ മാറ്റി നിർത്താം. പക്ഷെ മറ്റ് മണ്ഡലങ്ങളിൽ അത് പ്രതിഫലിക്കുമല്ലോ. ഞങ്ങളിതാ എല്ലാ സജ്ജീകരണങ്ങളുമായി ഞങ്ങളിതാ മത്സരത്തിന് ഇറങ്ങുകയാണ്. അതുകൊണ്ടാണല്ലോ അധ്യക്ഷൻ തന്നെ രംഗത്തിറങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിലേക്ക് ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ഇറക്കുന്നു. അങ്ങനെ ഒരു സന്ദേശം BJP നൽകാൻ ഉദ്ദേശിക്കുന്നില്ലേ? അണികളിലേക്ക് എങ്കിലും ആ സന്ദേശം എത്തുകയില്ലേ? അല്ല, ഒരു പക്ഷേ അവരുടെ BJPയുടെ കേന്ദ്ര നേതൃത്വം ഞാൻ ഈ പറഞ്ഞ ഒരു ലക്ഷ്യം അവരുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ അവരുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിലുള്ള BJPക്ക് അകത്തുള്ള സാഹചര്യവും അതുപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ UDFും BJPയും തമ്മിൽ ഏത് കാര്യത്തിലാണ് ഇടതുപക്ഷമാണ് അവരുടെ 1-ാം നമ്പർ ശത്രു എന്ന് രണ്ടു കൂട്ടരും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ച് സമര പരിപാടികളും പ്രചരണ പരിപാടികളും കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ UDF പറയുന്നത് ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു CPIM ആണ്, ഇടതുപക്ഷമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയും നേരെ മറിച്ച് ഇടതുപക്ഷം പറഞ്ഞിട്ടുള്ള നിലപാടെന്താ? ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു കേരളത്തിൽ അവർ ദുർബലമാണെങ്കിൽ പോലും ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു സംഘപരിവാർ നിയന്ത്രിക്കുന്ന BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് അങ്ങനെ ഒരു പദ്ധതി അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും നിർഭാഗ്യവശാൽ കേരളത്തിലെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ ഒരു പ്രചരണം കൊണ്ട് BJPയുടെ ഭാഗത്തു നിന്നും UDFന്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുള്ള ഈ പ്രചരണം കൊണ്ട് അത് വിലപ്പോകില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരിക്കലും അവർക്ക് ഇതൊരു, നമുക്കറിയാലോ വയനാട്ടിലെ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു പല പാർട്ടികളിൽ നിന്ന് ആരെയെങ്കിലും ഒക്കെ ചാക്കിട്ട് പിടിക്കാം, സ്ഥാനാർത്ഥികളാക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് അവര് ഇത്രയും കാലം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീട്ടിവെച്ചത് എന്നുള്ളതും ഒക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത. അതിലൊന്നും അവർ വിജയിച്ചില്ല എന്നുള്ളതും BJP ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്
വിലയിരുത്തുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ട് ഷെയർ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP നേടാൻ പോകുന്നത് എന്നുള്ളതാണ്. ശരി, രമേശ് മാണിക്കോത്ത്, ഇതിനകത്ത് ചില ഒരു പക്ഷേ കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്ന ചില കണക്കുകളൊക്കെ ഇതിനകത്തില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിട്ടാണ് കാണുന്നതെങ്കിൽ, ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമായിരുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമോ അല്ലെങ്കിൽ മറ്റ് മുന്നണികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തൃശ്ശൂരിൽ BJP ചിത്രം വ്യക്തമാക്കിയിരുന്നു ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം. ആ തരത്തിലൊക്കെ വയനാടിനെ പരിഗണിക്കാമായിരുന്നു അല്ലേ? ഏറ്റവും അവസാനം മതി വയനാട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ എന്ന രീതിയിലേക്ക് നിങ്ങൾ BJP സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരുമ്പോൾ ആരെയും കിട്ടില്ല, അതുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷനെ നിർത്തുന്നു എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കപ്പെടാമല്ലോ. എന്തുകൊണ്ട് ഇത്രയേറെ വൈകി? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സംഘടനാ സിസ്റ്റമുണ്ട്. അത് ശ്രീ അജി കുര്യാക്കോസിനൊന്നും അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും ചർച്ചയ്ക്ക് വന്നാലും അജി കുര്യാക്കോസ് പറയുന്നത് കേരള പാർട്ടി. അജി കുര്യാക്കോസിന്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിനെ വെച്ചിട്ടാണ് BJP താരതമ്യം ചെയ്യുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ല. അജി കുര്യാക്കോസ് ഭാരതീയ ജനതാ പാർട്ടി വേറെ പ്രസ്ഥാനമാണ്, അതിന്റെ സംഘടന സെറ്റപ്പ് വേറെയാണ്. നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് നമ്മൾ ദേശീയതയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വന്നാൽ നിങ്ങൾക്കറിയാം ഇത് കേരള പാർട്ടിയാണോ ദേശീയ പാർട്ടിയാണോ. രണ്ടാമത്തെ ഒരു കാര്യം, CPM-ന്റെ പ്രതിനിധി സലീം ചോലമുഖത്ത് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞു ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റുകളെല്ലാം വളരെ മോശമാണ്. ഒറ്റ കാര്യം മതി, നമുക്ക് വേറെ BJP പറയണ്ട, ഇടതു മുന്നണി കൺവീനർ ശ്രീ ജയരാജൻ പറഞ്ഞത് മാത്രം സലീം കേട്ടാൽ മതി. ഞാൻ പറയുന്നത് കേൾക്കണ്ട. നമ്മളെ സ്ഥാനാർത്ഥികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. അദ്ദേഹം തന്നെയാ പറഞ്ഞത് BJP-യും CPM-ഉം തമ്മിലാണ് മത്സരം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇവർ പറയുന്ന എവിടെയും ഒരു മാറ്റം, 8% ഇരുന്ന വോട്ട്, 8% ഉണ്ടായ വോട്ട് BJP-ക്ക് ഒരു വോട്ടും ഇല്ല, ആളില്ല എന്നൊക്കെ ഇവർ പറയുന്നത്. ആ മണ്ഡലത്തിലാണ് 29-30% BJP വോട്ട് ശതമാനം കൂട്ടിയത്. ഇപ്പൊ CPM എന്താണ് ഭയപ്പെടുന്നത്? CPM ഇപ്പം ഐസക്കിനെ പോലെ മുകേഷിനെ പോലെ വലിയ വലിയ ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് ഇപ്പം എങ്ങനെയെങ്കിലും ജയിച്ചു കയറി അവരുടെ ദേശീയ പദവി നഷ്ടപ്പെടാതെ അരിവാൾ ചുറ്റിക നക്ഷത്രം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ്. BJP മത്സരിക്കുന്നത് ഇന്ത്യയിൽ ഒരു ഉറച്ച ഗവൺമെന്റ് ഉണ്ടാക്കാനാണ്. അല്ലെങ്കിൽ ഇവരെ മരപ്പെട്ടിയും മീനാപേശിയാക്കും ഇവരുടെ ചിഹ്നം എന്ന് ബാലൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ ഇവരുടെ വലിയ കാര്യമൊന്നുമില്ല, ഇവരുടെ തലശ്ശേരി കാര്യമില്ല CPM-ന്റെ. കാരണം കേരളം അവർ പറഞ്ഞ ശരിയാണ്, ഇടതുപക്ഷം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിലും വിജയിക്കണം. കേരളത്തിലെ ത്രിപുരയെ പറ്റി നമ്മൾ ഇതേപോലെ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ എത്രയോ സീറ്റുകൾ നമുക്കുണ്ട് ലോക്സഭയിലേക്ക്. അതുകൊണ്ട് കേരളം അതിവിദൂര ഭാവിയിൽ നമ്മുടെ ദേശീയതയിലേക്ക് വരും, ഒരു സംശയം. ഇവരെപ്പം പറയില്ലേ ഭയങ്കര മതേതരം, ഇവരിപ്പം വർഗീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് CAA വിഷയം മാത്രം. 7.5 വർഷം കേരളം ഭരിച്ചിട്ട് ഇടതുപക്ഷത്തിന് വേറൊന്നും പറയാനില്ല. CAA വിഷയം. എനിക്കൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് അതിനുള്ളൊരു മറുപടി കഴിഞ്ഞിട്ട് പറഞ്ഞോളൂ. സാങ്കേതിക വിഷയം അജി കുര്യാക്കോസിലേക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സലീം ചോലമുഖത്തിലേക്ക്. സലീം, കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ശ്രീ സുരേഷ് ഗോപി പറയുന്നു ഞാൻ നേരിട്ട് നിതിൻ ഗഡ്കരിയോടും അമിത്ഷായോടുമാണ് സംസാരിക്കുന്നത് ശ്രീ സുരേഷ് ഗോപി പറയുമ്പോൾ, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇതിവിടെ 2 പാർട്ടിയായിട്ടാണ് മത്സരിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് ഞാൻ തന്നത്. ആ ചർച്ച അതിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ഉദ്ദേശമില്ല. നമ്മുടെ ചർച്ചയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എന്തുകൊണ്ട് ശ്രീ K. സുരേന്ദ്രൻ ഇത്ര ശക്തനായ സ്ഥാനാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ മാഡം ചോദിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ളത് ഏകദേശം തീർപ്പായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ശ്രീ K. സുരേന്ദ്രനെ ആദ്യം പ്രഖ്യാപിച്ചില്ല എന്നുള്ളതിന് ഉത്തരം പറയാൻ ശ്രീ രമേശിക്ക് കഴിയുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ നിസ്സഹായതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോഴും അജി കുര്യാക്കോസ്, ഞാൻ നാളെ മുതൽ BJP പ്രചാരണ രംഗത്തേക്ക്, ഇപ്പോൾ ഒരുപക്ഷെ രമേശ് അത് ഓർക്കാത്തതായിരിക്കും ആ പോയിന്റ്, പ്രചാരണത്തിന് ഇറക്കാൻ പോകുന്ന മറ്റൊരു പോയിന്റ് പറയാം. ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉള്ളത് BJP-ക്കാണ് എന്ന് പറയാം. 4 വനിതാ സ്ഥാനാർത്ഥികളായി ആയി കഴിഞ്ഞിരിക്കുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ വിഷയമായിട്ട്, വലിയ പ്രതിഷേധമായിട്ട് കൂടുവിട്ട് കൂടുമാറിലൊക്കെ നടന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ചില കാര്യങ്ങളൊക്കെ പ്രചാരണത്തിൽ ഉയർന്നു വന്നേക്കാം. അജി, അതിലേക്ക് ഒരു കാര്യം പറയാം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഒരു 2 മാസം മുമ്പ് 3 മാസം മുമ്പ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു,
ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ സ്ത്രീ സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് അദ്ദേഹം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4, 5, 10 നിങ്ങൾ കൊടുത്തോളൂ, പക്ഷെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, നാരി ശക്തിയാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാട്ടി നമുക്കറിയാം. മണിപ്പൂരിലടക്കം നടന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണ്ട. അപ്പൊ ഇവിടെ അതൊന്നല്ലല്ലോ വിഷയം. വയനാട്ടിൽ എന്തുകൊണ്ട് ശ്രീ കെ സുരേന്ദ്രൻ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാവും? അത് ഞങ്ങൾക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. വയനാട്ടിൽ കെ സുരേന്ദ്രനാണ് സർപ്രൈസ്, അല്ല ഞങ്ങൾക്ക് യാതൊരു തരത്തിൽ സർപ്രൈസും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, വയനാട്ടിൽ സലീം ചോലമുഖത്ത് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുക, അവിടെ അനിരാജ വന്നുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഒരു വലിയ ഒരു ത്രികോണ മത്സരത്തിലേക്ക് ഇത് പോകുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതോ മത്സരം ഇപ്പോഴും ഇടത് വലത് മുന്നണികൾ തന്നെ ആയിരിക്കും എന്ന് തന്നെയുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണോ LDF? നോക്കൂ, വയനാട്ടിൽ കെ സുരേന്ദ്രനല്ല, സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ വന്ന് മത്സരിച്ചാൽ അതൊരു ത്രികോണ മത്സരത്തിലേക്ക് പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് വയനാട്ടിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ വയനാട്ട് മണ്ഡലത്തിൽ BJPയുടെ സംഘടനാ സ്ഥിതിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം ദേശീയ തലത്തിൽ നിന്ന് വരുന്ന വാർത്തകൾ ഇവർ പറയുന്നുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ശക്തമായി എതിർക്കാൻ വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ മത്സരിപ്പിക്കുന്നത്. ഇതേ രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഭർത്താവിൽ നിന്ന് 170 കോടി രൂപ വാങ്ങിയിട്ടാണ് ഈ BJPക്കാർ ഈ വർത്തമാനം പറയുന്നത്. അത് നമ്മൾ ആരും മറന്നിട്ടില്ല. അപ്പൊ ഇവിടെ എവിടെയൊക്കെയാണ് അന്തർധാര നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ മലയാളികൾക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്തവണ കേരളത്തിലെ BJPയുടെ വോട്ട് വിഹിതം കുറയാൻ പോവുകയാണ്. സലീം, പക്ഷേ അപ്പൊ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടെ അടക്കാം. എറണാകുളത്ത് ഡോക്ടർ KS രാധാകൃഷ്ണൻ, ആലത്തൂരിൽ ഡോക്ടർ TN സരസു, കൊല്ലത്ത് G കൃഷ്ണകുമാർ, അങ്ങനെ എല്ലാവരും പ്രാധാന്യമില്ലാത്തവരല്ല, എടുത്തു പറയാകുന്ന രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് BJP അന്തിമ പട്ടികയിൽ. അല്ല, ഞാൻ പറയട്ടെ, BJP അവർക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണല്ലോ മത്സരിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ തവണ എന്തുകൊണ്ടാണ് വയനാട് ഈ ഇത്രയും ദേശീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ അവര് BDJSന്റെ ഒരു അപ്രധാനമായ സ്ഥാനാർത്ഥിക്ക് അത് വിട്ടുകൊടുത്തത്? അതുപോലെ ഇപ്പൊ കൊല്ലത്ത് കൃഷ്ണകുമാറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ശരി, BJPക്ക് അവരുടെ വോട്ടുകളെങ്കിലും ക്യാൻവാസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. ഞാൻ അത്രയും അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. കാരണം അതിലപ്പുറം എന്തെങ്കിലും ഒരു TN സരസു എന്ന് പറയുന്ന ആ സ്ത്രീയെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് എവിടെയും കേട്ടിട്ടില്ല. അവർ ഈ അടുത്ത കാലം വരെ ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ ഒരു നിലക്കും പൊതു പ്രവർത്തന പാരമ്പര്യമോ പരിചയമോ ഇല്ലാത്ത ആളുകളെയൊക്കെ ഇങ്ങനെ അവരോധിക്കുക എന്നുള്ളതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൗരവപൂർണമായ മത്സരമാണ് BJP കേരളത്തിൽ കാഴ്ചവെക്കുന്നത് എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ അടിസ്ഥാന പ്രശ്നം അതാണ്. പിന്നെ രാഹുൽ ഗാന്ധിയെ അവരുടെ മുഖ്യ എതിരാളിയായി കിട്ടേണ്ടത്, എന്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ ഇപ്പോഴും അതാണ്. ഈ രാഹുൽ ഗാന്ധിയെ അവരുടെ മുഖ്യ എതിരാളിയായി വരേണ്ടത് സംഘപരിവാറിന്റെയും BJPയുടെയും ആവശ്യമാണ്. കാരണം രാഹുൽ ഗാന്ധി ദുർബലനാണ്, അദ്ദേഹത്തെ തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും ഏറ്റവും എളുപ്പമാണ് എന്ന് അവർ നേരത്തെ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ മുഖ്യ എതിരാളിയായി അതെ, അത് രാഹുൽ ഗാന്ധിയുടെ മാത്രമല്ല, യെച്ചൂരിയുടെ ഫോട്ടോ കോൺഗ്രസ്സുകാരും വെക്കുന്നുണ്ട്. യെച്ചൂരിയുടെ ഫോട്ടോ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാരും വെക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ DMK മുന്നണിയിലെ ജൂനിയർ ഘടകകക്ഷികളാണ് CPIM-ഉം കോൺഗ്രസും. അതിന് തർക്കമൊന്നുമില്ല. അവിടെ പരസ്പരം സഹായിച്ചിട്ട് തന്നെ മത്സരിക്കുന്നത്, സഹകരിച്ചിട്ട് തന്നെ. അല്ല, ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ, അവർ ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകളല്ലേ. 170 കോടി രൂപ BJPക്ക് കൊണ്ടുപോയി പ്രിയങ്ക ഗാന്ധിക്ക് അറിയില്ലേ? AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിക്ക് അറിയില്ലേ? സോണിയാഗാന്ധിക്ക് അറിയില്ലേ? ഏതായാലും സമയപരിമിതി കൊണ്ടാണ് വിഷയം ഇനി ആരാണ്, ഇടതാണോ വലതാണോ BJP ആണോ പരസ്പരം സഹകരിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിരം ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്തായാലും അതിനകത്ത് ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരിക്കുന്നു. BJPയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കൂടി, കേരളത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക കൂടെ വന്നുകൂടെ. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനം വയനാട്ടിൽ BJP സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്നു എന്ന് തന്നെയുള്ളതാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്തായാലും പ്രചാരണം കൊഴുക്കും. പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തുകയും ചെയ്യും. അതേത് തരത്തിലാണ് ഇനി രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുക എന്നുകൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും 3 പേരിലേക്കും വരാൻ കഴിയാത്തത്. വളരെയധികം നന്ദി. അജി കുര്യാക്കോസ്, സലീം ചോലമുഖത്തൊപ്പം, രമേശ് മാണിക്കോത്ത് ചർച്ചയ്ക്കൊപ്പം
പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.